റിമാൻഡ് റിപ്പോർട്ടിൽ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട്. അതിലൊന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ സുരക്ഷയുള്ള ഒരു സെൻട്രൽ ജയിലിനുള്ളിൽ ഈ ഗോവിന്ദച്ചാമിയെ പോലെ കൊടും ഭീകരൻ അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളത്. അരുൺ പോപ്പറമ്പ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ. SK, ഈ 10ാം ബ്ലോക്കിന്റെ കാര്യത്തിൽ തന്നെ പലതവണ നമുക്ക് നേരത്തെയും ഇത് സംബന്ധിച്ച പല വാർത്തകളും ഈ 10ാം ബ്ലോക്കിനെ സംബന്ധിച്ച് പുറത്തു വന്നിരുന്നു. അതിൽ മൊബൈൽ ഫോണുകൾ ഇതിനു മുമ്പും ഈ 10ാം ബ്ലോക്കിലെ പല സെല്ലുകളിൽ നിന്നായി പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളും നേരത്തെ പുറത്തു വന്നിട്ടുള്ള സ്മാർട്ട് ഫോൺ പോലും അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു പുതിയതായി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലഹരി മരുന്നുകളോ ഈ ജയിലിനകത്തേക്ക് പ്രത്യേകിച്ച് ഈ 10ാം ബ്ലോക്കിലേക്ക് എത്തുന്നതല്ല. അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിലാണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ജയിൽ DIGയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റിയെങ്കിലും ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച പല ചോദ്യങ്ങളും ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ DIGയുടെ റിപ്പോർട്ടിലും ആ പരാമർശമുണ്ട്. അത് ഈ നിരീക്ഷണ ക്യാമറകൾ അത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആൾ കൃത്യമായി CCTV ഈ സെല്ലിലെ CCTVകൾ പരിശോധിച്ചില്ല. അതിന് ഒരു ഉദ്യോഗസ്ഥനെ രാത്രി സമയങ്ങളിൽ കൃത്യമായി അവിടെ നിയോഗിക്കുന്നതാണ്. അയാൾ ആ ജോലി ചെയ്തില്ല എന്നതാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ CCTV നിരീക്ഷിച്ചിരുന്നെങ്കിൽ, ആ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നെങ്കിൽ രാത്രി സമയത്ത് ഈ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും അതിനുശേഷം ഈ ജയിൽ കോമ്പൗണ്ടിൽ 3.5 മണിക്കൂറിലധികം ചെലവഴിച്ചതും ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യം കൃത്യമായി CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അയാൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് CCTVകൾ പരിശോധിച്ചില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. അതോടൊപ്പം ഈ ജയിലിൽ രാത്രി സമയങ്ങളിൽ ഉണ്ടാവുന്ന പാറാവ്, കൃത്യമായ പരിശോധന, 2 മണിക്കൂർ ഇടവിട്ടുള്ള പരിശോധന, അതെന്തുകൊണ്ടുണ്ടായില്ല? രാത്രി 12 മണിക്ക് ശേഷം എന്തുകൊണ്ടുണ്ടായില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. 4 പേർക്കെതിരെ സസ്പെൻഷൻ നടപടിയുണ്ട്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ 4 പേർ അവിടെ ഉണ്ടായിരുന്നോ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നോ എന്ന സംശയം കൂടിയുണ്ട്. അതിലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 3.5 മണിക്കൂറിലധികം ഈ ജയിൽ കോമ്പൗണ്ടിൽ ചെലവഴിച്ചിട്ടും ഇയാൾ ഇത്തരത്തിൽ ഒരു ജയിൽ ചാട്ടത്തിൽ ഏർപ്പെടുന്നു എന്ന കാര്യം അവിടെ ആരും അറിഞ്ഞില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനുണ്ടായിട്ടുള്ള ആസൂത്രണം, മാസങ്ങളെടുത്തുള്ള ആസൂത്രണം, ആയുധങ്ങൾ അവിടെ ശേഖരിക്കുന്നതിന് വേണ്ടി അയാൾ കാണിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ആശാരിപ്പണിക്ക് എത്തിയിട്ടുള്ള അവരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ബ്ലേഡിന് സമാനമായിട്ടുള്ള ആയുധം, അത് പിന്നീട് മൂർച്ച കൂട്ടാൻ ഉപയോഗിച്ചു. അങ്ങനെ വലിയ ആസൂത്രണം നടന്നു. ഇതൊന്നും ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിലാണ് ഇനി അന്വേഷണവും നടപടിയും ആവശ്യമുള്ളത്.